ഹലോ, വെൽക്കം ടു ഈസി ക്ലാസ് ബൈ മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നോക്കുന്നത് 9ാം ക്ലാസ്സിൻ്റെ മലയാളം കേരള പാഠാവലിയിലെ ക്രിസ്മസ് എക്സാമിന് വരാൻ ചാൻസ് ഇല്ല ക്വസ്റ്റ്യൻ ആൻസർ ആണ് കേട്ടോ. എല്ലാ ചാപ്റ്ററും കൂടി ഇൻക്ലൂഡ് ആയിക്കാണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോവാം. അപ്പോൾ ഒരു മാർക്കിന് ചാൻസ് ഇല്ല. ചോദ്യോത്തരം എന്താ നോക്കാം. അതിൽ ഒന്നാമത്തെ ചോദ്യമാണ്, മുഴുവൻ ഭൂമിയും ഒച്ചല മുറിക്കും വീരമോടെ ഒച്ചലാലായി ഉഴുതുമറിക്കുക എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് ആണ്: തൊഴിലാളികളുടെ നിശ്ചയാർത്ഥ്യം, തൊഴിലാളികളുടെ ഐക്യം, തൊഴിലാളികളുടെ ആത്മവിശ്വാസം, തൊഴിലാളികളുടെ കരുത്ത്. അപ്പോൾ അതിൻ്റെ ആൻസർ ആണ് തൊഴിലാളിയുടെ ഐക്യം. ഇനിയിപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നിനക്കതിന് ആവില്ല മാധവ, ഞാൻ കാക്കുന്നില്ല. മാധവന്റെ ഏത് അവസ്ഥയാണ് ഇവിടെ അപ്പോൾ തെളിയിക്കുന്നത്? നമ്മുടെയൊക്കെ കഥയൊക്കെ വായിച്ചാൽ നമുക്ക് നല്ല മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഏതവസ്ഥയാണ്? ദയനീയത, കഴിവില്ലായ്മ, നിശബ്ദത, പിന്നെ നിസ്സഹായ അവസ്ഥ. അപ്പം ഇതിൻ്റെ നാലാമത്തെ ഓപ്ഷനാണ് ഇതിൻ്റെ ആൻസർ, നിസ്സഹായ അവസ്ഥ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അത്തരം മനോഭാവം വെച്ച് പുലർത്താൻ പാടില്ല. ഏത് മനോഭാവത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? അതായത് പണത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്യുന്നതാണ് ആ മനോഭാവം ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വൈദ്യുതാഘാതം ഏറ്റതുപോലെ അച്യുതമാമൻ നെറ്റിത്തരിച്ചു. അടിവരയിട്ട പദം വിഗ്രഹിച്ചാൽ ശരിയായത് ഏത്? വൈദ്യുതിയുടെ ആഘാതം എന്നതാണ് ഇവിടെ ശരി ഉത്തരം കേട്ടോ. അപ്പം ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, അവരിൽ നിന്ന് 2 കുട്ടികളെ ഗുരു അടുത്തേക്ക് വിളിച്ചു. ദയാപൂർവമായ ചില ചോദ്യങ്ങൾക്കു ശേഷം അവരെ ഗുരുവിന്റെ 2 വശത്തായി ഇരുത്തി. കുട്ടികളെ ചേർത്തിരുത്തുന്നതിലൂടെ ഗുരു സമൂഹത്തെ ബോധ്യപ്പെടുത്തിയത് എന്ത്? ജാതിയുടെ നിരർത്ഥകത ആണ് ഇവിടെ ആൻസർ ആയിക്കാണ്ട് വരുന്നത് കേട്ടോ. ഇനി 2 മാർക്കിന്റെ ചോദ്യോത്തരങ്ങൾ നോക്കാം. അപ്പൊ അർത്ഥവ്യത്യാസം വരാതെ ഒറ്റ വാക്യമായി മാറ്റി എഴുതാനാണെങ്കിൽ അത് നോക്കാം എങ്ങനെയാണ്. അപ്പൊ ഇനി അതിൽ ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ കുഞ്ഞുങ്ങളെ വയറു നിറയെ ഇനി ഭക്ഷണം കഴിക്കും. നല്ല ഉടുപ്പുകൾ ഇട്ട് സ്കൂളിൽ ജാതിമത വിവേചനങ്ങളില്ലാതെ പാറി നടക്കും. അതിന്റെ ഉത്തരമാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇനി വയറു നിറയെ ഭക്ഷണം കഴിക്കുകയും നല്ല ഉടുപ്പുകൾ ഇട്ട് സ്കൂളിൽ ജാതി വിവേചനങ്ങളില്ലാതെ പാറി നടക്കുകയും ചെയ്യും എന്നതാണ്. ഇനി നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ടൈം മാനേജ്മെന്റിന്റെ സൂത്രങ്ങൾ ഉപയോഗിച്ച് സമയം പരമാവധി കുറക്കാമെന്ന ഉദ്ദേശത്തോടെയാണ് മണിക്കൂറിന്റെ കണക്കൊന്നും ഏൽക്കാത്തത്. ഉദ്ദേശം 6 മണിയോടെ മന്ത്രി എത്തുകയും ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യും എന്നാണ് വിചാരിക്കുന്നത്. ഇനി ഉദ്ദേശ്യം എന്നീ പദങ്ങൾക്ക് 2 സന്ദർഭങ്ങളുമുള്ള അർത്ഥവ്യത്യാസം വ്യക്തമാക്കുക. അപ്പൊ ആദ്യത്തെ വാക്യത്തിൽ ലക്ഷ്യം എന്ന അർത്ഥത്തിലാണ് ഉദ്ദേശ്യം എന്ന് പ്രയോഗിക്കുന്നത്. ഏകദേശം എന്ന അർത്ഥത്തിലാണ് രണ്ടാമത്തെ വാക്യത്തിൽ ഉദ്ദേശം എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സംതൃപ്തിയുടെ അടിസ്ഥാനം അതാണ്. ജീവിത സാഫല്യം നേടുന്നതിനുള്ള മാർഗവും അതുതന്നെ. എന്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ഒരു ലേഖനം എഴുതുന്നതായാലും ചിത്രം വരയ്ക്കുന്നതായാലും തൊട്ടപ്പണി എടുക്കുന്നതായാലും പ്രസംഗം ചെയ്യുന്നതായാലും എല്ലാറ്റിലും നമ്മുടെ വ്യക്തിത്വം തെളിഞ്ഞു കാണണം. സംതൃപ്തിയുടെ അടിസ്ഥാനവും ജീവിത സാഫല്യം നേടുന്നതിനുള്ള മാർഗവും അതാണ്. ഇനി 4 മാർക്കിന് ഇല്ല ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരം നോക്കാം. അതിൽ 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എൻ്റെ ജീവിതം എത്രത്തോളം എൻ്റെ കയ്യിലില്ല എന്ന സത്യം നൊന്തറിഞ്ഞ നിമിഷമായിരുന്നു അത്. മാധവൻ ഇങ്ങനെ ചിന്തിക്കാൻ ഇടയായ സാഹചര്യം വിശകലനം ചെയ്ത് കുറിപ്പ് എഴുതാം. അതിൻ്റെ ആൻസർ ആണ്, ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥനാണ് മാധവൻ. ഓഫീസിലെ തിരക്കുകൾ മൂലം കുടുംബകാര്യങ്ങൾക്കായി മാറ്റിവെക്കാൻ പലപ്പോഴും അയാൾക്ക് സമയം തികയാറില്ല. അച്ഛനെ ഓർമ്മയില്ല. മാധവൻ കുട്ടിക്കാലത്ത് സ്നേഹവും വാത്സല്യവും നൽകിയ അച്യുതമ്മാവൻ മാധവനെ കാണാൻ എത്തുന്നു. 2-3 തവണ വന്നിട്ടും മാധവനുമായി സംസാരിക്കാൻ അമ്മാവൻക്ക് സാധിക്കുന്നില്ല. സംസാരിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ തിരക്കുകൾ കൊണ്ട് അയാൾക്ക് അച്യുതമ്മാവനെ ഒഴിവാക്കേണ്ടി വന്നു. ഭാര്യയോടും മകനോടും ചെലവഴിക്കാനുള്ള സമയം പോലും അയാൾക്ക് കിട്ടുന്നില്ല. അത് അവരുടെ വാക്കുകളിൽ നിന്നും കേൾക്കേണ്ടി വന്നപ്പോഴാണ് ജീവിതം തൻ്റെ കയ്യിലല്ല എന്ന സത്യം മാധവൻ തിരിച്ചറിഞ്ഞത്. കഥാനായകൻ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് തൊഴിലിടവുമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന സന്ദർഭമാണിത്.
ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇടിവാളുകളായി കുളിര തഴകായി അടിപതറാതൊരോത്യരായി. അപ്പൊ തരിശു നിലകളിലേക്ക് വരുന്നു കരുത്തുറങ്ങിയ വേലക്കാർ. ഭൂമിയെ സമൃദ്ധവും സമ്പന്നവുമാക്കാനെത്തുന്ന തൊഴിലാളികളുടെ വർദ്ധിതമായ വീര്യം ഈ വരികളിൽ തെളിഞ്ഞു കാണുന്നുണ്ടോ? സ്വഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. അതിന്റെ ഉത്തരമാണ് ഊഷരമായ ഭൂമിയെ സംതൃപ്തിയിലെത്തിക്കാൻ അണിയായി ഒരേ മനസ്സോടെ എത്തുന്ന തൊഴിലാളികളുടെ ചിത്രമാണ് ഈ വരികളിൽ കവി വരച്ചിട്ടുള്ളത്. അപ്പൊ കരുത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പ്രതീകമായ തൊഴിലാളികൾ. ഇടിവാളുകൾ പോലെ ശക്തവുമാണ് അവരുടെ ചുവടുകൾ. എല്ലാ പ്രതിബന്ധങ്ങളെയും പൊരുതി തോൽപ്പിക്കാനുള്ള കരുത്തും അചഞ്ചലമായ മനോഭാവവുമാണ് അവർക്കുള്ളത്. വേനലിന്റെ ഒടുവിൽ ഭൂമിയെ കുളിരണിയിക്കുന്ന മഴ പോലെ മണ്ണിന് ആശ്വാസപ്രതീക്ഷയും നൽകിക്കൊണ്ടാണ് അവർ എത്തുന്നത്. ഹൃദയവേദനകളെ ഉള്ളിലൊതുക്കി അപ്പം അടിപതറാതെ ഐക്യത്തോടെ എല്ലാ പ്രതിബന്ധങ്ങളെയും ഇല്ലായ്മ ചെയ്യുമെന്ന തീരുമാനത്തോടെ കരുതിയിറങ്ങിയ തൊഴിലാളികളുടെ നിശ്ചയാർഥ്യവും കരുത്തുമെല്ലാം ഈ വരികളിലൂടെ പ്രകടമാകുന്നുണ്ട്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. യുഗങ്ങളായി പാലിച്ചു വന്ന ആചാരങ്ങളിൽ നിന്നുള്ള വ്യതിയാനത്തിന്റെ നിശബ്ദ സന്ദേശം ജനഹൃദയങ്ങളിൽ ആഞ്ഞു പതിച്ചു. ഏത് ആചാരത്തെക്കുറിച്ചുള്ള സൂചനകളാണ് ഇവിടെ കടന്നുവരുന്നത്? വിലയിരുത്തി കുറിപ്പാക്കുക. അപ്പൊ അതിന്റെ ഉത്തരമാണ് ജാതിയുടെ പേരിൽ മനുഷ്യരെ വേർതിരിച്ചു നിർത്തിയിരുന്ന ആചാരത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കർഷക തൊഴിലാളികൾ പകൽ മുഴുവൻ പണിയെടുക്കുന്നത് പണക്കാർക്കു വേണ്ടിയാണ്. ഈ തൊഴിലാളികളുടെ പൂർവികരും ഇങ്ങനെ തന്നെ അധ്വാനിച്ചു വരുന്നവരാണ്. അപ്പൊ ശ്രീനാരായണ ഗുരു വിളിച്ചു ചേർത്ത ഒരു യോഗത്തിൽ പങ്കെടുത്ത കർഷക തൊഴിലാളികൾ ഈ വിവേചനം അനുഭവിച്ചിരുന്നവരായിരുന്നു. അതുകൊണ്ടാണ് കൂട്ടത്തിൽ നിന്നും മാറി അവർ ഇരുന്നത്. ഇത് ഗുരുവിനെ വേദനിപ്പിച്ചു. അവരിൽ നിന്നു 2 കുട്ടികളെ വിളിച്ച് ഗുരു ഇടതും വലതുമായി ഇരുത്തി. മറ്റുള്ളവരെ പോലെ ഇവരും ദൈവത്തിന്റെ മക്കളാണ് എന്ന് ഗുരു പറഞ്ഞു. ഇതു പറയുമ്പോൾ ഗുരുവിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. യുഗങ്ങളായി പാലിച്ചു വന്ന ആചാരത്തിൽ നിന്നുള്ള വ്യതിയാനത്തിന്റെ നിശബ്ദ സന്ദേശം ജനഹൃദയങ്ങളിൽ ആഞ്ഞു പതിക്കുന്ന നിമിഷങ്ങളായി അത് മാറി. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വേലക്കിറങ്ങിയപ്പോൾ കണ്ടേച്ചു പോന്ന വീടിനെയല്ല വേലക്കേറി ചെന്നപ്പോൾ കണ്ടത്. രാവിലെ ഇട്ടേച്ചു പോന്ന കുഞ്ഞുങ്ങളെയല്ല മടിശീലയിൽ കുലീനയിലുമായി ചെന്നപ്പോൾ കണ്ടത്. അപ്പൊ അടിസ്ഥാന വർഗത്തിന്റെ ജീവിതാവസ്ഥയിൽ ഉണ്ടായ മാറ്റങ്ങളെ എത്രത്തോളം ആവിഷ്കരിക്കാൻ ഈ വരികളിലൂടെ കവിക്ക് കഴിഞ്ഞിട്ടുണ്ട്? വിശദമാക്കുക. അപ്പൊ അതിന്റെ ഉത്തരമാണ് പറയുന്നത്. കേരളത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ഉണ്ടായ വിപ്ലവകരമായ മാറ്റത്തിന്റെ സൂചനയാണ് ഈ വരികളിൽ കടന്നു വരുന്നത്. അപ്പൊ അന്നന്നത്തെ അധ്വാനം കൊണ്ട് അന്നന്ന് കഴിക്കുകയായിരുന്ന ഒരു കാലത്തിന്റെ സൂചനകളും അടിമജീവിതം അടിച്ചേൽപ്പിക്കപ്പെട്ടവരുടെ ജീവിത സാഹചര്യങ്ങളും ഇവിടെ തെളിയുന്നുണ്ട്. അപ്പൊ വേലക്കിറങ്ങിയപ്പോൾ കണ്ടേച്ചു പോന്ന വീട് എന്ന പ്രയോഗത്തിൽ അടിസ്ഥാന വർഗം അനുഭവിച്ചിരുന്ന കഷ്ടപ്പാടുകളുടെ ചരിത്രം മുഴുവൻ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പൊ വൃത്തിയാക്കാതെ മാറാല കെട്ടിക്കിടന്ന തേച്ചു മിനുക്കാത്ത പാത്രങ്ങൾ ഉള്ള വീടും മൂക്കട്ടയൊലിപ്പിച്ച് വൃത്തിഹീനമായി നിന്ന കുഞ്ഞുങ്ങളെയുമാണ് വേലക്കിറക്കിയപ്പോൾ മാതാപിതാക്കൾ കണ്ടിട്ട് പോയത്. തിരികെ കുലീനലുമായി എത്തിയപ്പോൾ വൃത്തിയും വെടിപ്പുമുള്ള വീടും കുഞ്ഞുങ്ങളുമാണ് അവരെ കാത്തിരിക്കുന്നത്. അപ്പൊ നവോത്ഥാന സമരങ്ങളുടെ പരിണിത ഫലമായി അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ജീവിത സാഹചര്യങ്ങളിലുണ്ടായ വിപ്ലവകരമായ മാറ്റങ്ങളെ ആവിഷ്കരിക്കാൻ ഈ വരികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. യാതൊരു ജോലിയും ചെയ്യാതെ വെറും സുഖലോലുവായി കഴിയാൻ സാധിച്ചാൽ എന്തൊരു ഭാഗ്യമായിരിക്കും. അപ്പൊ ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ അഭിപ്രായവും കെ.പി. കേശവമേനോന്റെ കാഴ്ചപ്പാടുകളും വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇനി നമുക്ക് കുറിപ്പ് നോക്കാം. യാതൊരു ജോലിയും ചെയ്യാതെ സുഖലോലുപരമായി കഴിയാൻ സാധിച്ചാൽ എന്തൊരു ഭാഗ്യമായിരിക്കും എന്നു വിചാരിക്കുന്നത് വിഡ്ഢിത്തമാണ് എന്ന കാഴ്ചപ്പാടാണ് കെ.പി. കേശവമേനോൻ അവതരിപ്പിക്കുന്നത്. പ്രകൃതി കനിഞ്ഞൊരുക്കിയ കഴിവുകൾ ഉപയോഗപ്പെടുത്താതെയുള്ള ജീവിതം
മടുപ്പുളവാക്കുന്നതാണ്. നാം ജീവിക്കുന്ന സമുദായത്തിന് ഒരു പ്രകാരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു പ്രകാരത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന വലിയ അനുഗ്രഹമാണ് എന്ന കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിനുള്ളത്. ഒരു ജോലിയും ചെയ്യാതിരിക്കുന്നതിലൂടെ നാം നമ്മുടെ കഴിവുകളും ജീവിതം തന്നെ നശിപ്പിച്ചു കളയുകയായിരിക്കും ചെയ്യുക. അപ്പോൾ സ്വന്തമായി അധ്വാനിച്ച് സമ്പാദിക്കുന്നതിലൂടെ നേടുന്ന ആനന്ദം മറ്റൊന്നിനും നൽകാനാവില്ല. ശരിയായ രീതിയിൽ ആസ്വദിച്ച് ജോലി ചെയ്യുന്നത് കൊണ്ട് മാത്രമേ ജീവിതത്തിൽ സുഖം അനുഭവിക്കാൻ കഴിയൂ എന്നാണ് കെ.പി. കേശവമേനോന്റെ കാഴ്ചപ്പാട്. ഇനി 14-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നല്ല വിരോധാഭാസം. മാധവനോട് ഇങ്ങോട്ട് പണം വാങ്ങാനല്ല ഞാൻ വന്നത്. അച്ചുമ്മ ഇങ്ങനെ പറഞ്ഞ സാഹചര്യം എന്തായിരുന്നു? തന്നെ കാണാൻ വന്ന അച്ചുമ്മ പണത്തിന്റെ ആവശ്യത്തിനാകും വന്നതെന്ന് മാധവൻ കരുതുന്നു. കുറച്ചു പണം അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ മാധവൻ തിരുകി. ഈ സന്ദർഭത്തിലാണ് ഞാൻ ഇങ്ങോട്ട് പണം വാങ്ങാൻ വന്നതല്ല എന്ന് അച്ചുമ്മ പറയുന്നത്. യഥാർത്ഥത്തിൽ തറവാട്ടു സ്വരത്തിൽ നിന്നുള്ള ഓഹരിയിൽ മാധവനുള്ളത് നൽകാനും കുറച്ചു കാര്യങ്ങൾ സംസാരിക്കാനുമാണ് അച്ചുമ്മ വന്നത്. ഇനി 6 മാർക്കിന് ചാൻസിലെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. അതിൽ 15-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അച്ഛനെ ഓർമ്മയില്ലാത്ത എനിക്ക് ബാല്യത്തിന്റെ സംരക്ഷണ പ്രതീകം അച്ചുമ്മനായിരുന്നു. താമസിക്കാനൊന്നും എനിക്ക് വസ്തു മാധവാ. തിരക്കില്ലാത്തപ്പോൾ ഞാൻ വരണ്ട്. ഏതായാലും കുറച്ചു സമയം എനിക്ക് വേണം. നിനക്കതിന് ആവില്ല മാധവാ. ഞാൻ കാക്കുന്നില്ല. അദ്ദേഹം തന്റെ വാക്കുകൾ കഴിച്ചു. ഈ വാക്കുകളിൽ തെളിയുന്ന അച്ചുമാമൻ എന്ന കഥാപാത്രത്തിന്റെ സ്വഭാവ വിശേഷങ്ങൾ, കഥയിൽ സ്ഥാനം തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി കഥാപാത്രത്തെ നിരൂപണം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഇനി നമുക്ക് ആൻസർ എന്താന്ന് നോക്കാം. അച്യുതമാമയുടെ കടന്നുവരവ് അവതരിപ്പിച്ചുകൊണ്ടാണ് കഥ തുടങ്ങുന്നത്. മാധവന്റെ തിരക്കു പിടിച്ച ഒരു ദിവസത്തേക്കാണ് അച്ചുമാമൻ എത്തുന്നത്. മാധവനോട് സംസാരിക്കാൻ കുറച്ചു സമയം വേണമെന്ന് അച്ചുമാമൻ ആവശ്യപ്പെടുന്നു. എന്നാൽ മാധവന് ഒരു നിമിഷം പോലും അദ്ദേഹത്തിനു വേണ്ടി മാറ്റിവെക്കാനാവില്ലായിരുന്നു. മാധവന്റെ ബുദ്ധിമുട്ടുകളും തിരക്കും മനസ്സിലാക്കി വന്ന കാര്യം പറയാതെ അദ്ദേഹം മടങ്ങുകയായിരുന്നു. അതിനെക്കുറിച്ച് ഓർമ്മ പോലുമില്ലാത്ത മാധവന് അച്ചുമാമൻ അച്ഛനായിരുന്നു. ബാല്യത്തിൽ മാധവനെ സംരക്ഷിച്ചത്, സ്നേഹിച്ചത്, ലാളിച്ചത്, കൂട്ടായി മാറിയത് എല്ലാം കഥയിലുണ്ട്. വൈകാതെ തന്നെ അച്ചുമാമൻ മാധവനോട് സംസാരിക്കാനായി വീണ്ടും വരുന്നുണ്ട്. അപ്പോഴും തിരക്കുകൾ മൂലം അദ്ദേഹത്തിനോട് സംസാരിക്കാൻ മാധവന് സമയം കിട്ടുന്നില്ല. എങ്കിൽ കൂടിയും യാതൊരു പരിഭവവും ഇല്ലാതെ അച്ചുമാമൻ മടങ്ങി പോകുന്നു. പിന്നീട് ഞായറാഴ്ച അച്ചുമാമക്കായി മാധവൻ സമയം മാറ്റിവെക്കുന്നു. പറഞ്ഞ സമയത്തു തന്നെ അച്ചുമാമൻ മാധവനെ കാണാനെത്തി. പക്ഷെ തിരക്കിന്റെ ലോകത്ത് പെട്ടുപോകുന്ന മാധവന് അപ്പോഴും അച്ചുമാമക്കു വേണ്ടി മാറ്റിവെക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. മനസ്സിന്റെ വേദന ഉള്ളിലൊതുക്കി അച്ചുമാമൻ പടിയിറങ്ങുന്നത് കഥയിൽ കാണാം. മാധവന് തന്റെ ജീവിതത്തിൽ അദ്ദേഹം നൽകിയിരുന്ന സ്ഥാനം കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. തറവാടിന്റെ ഓഹരി മാധവന് കൈമാറിയിട്ട് എങ്ങോട്ടെന്നറിയാതെ പടിയിറങ്ങിപ്പോകുന്ന അച്യുതനെയാണ് കഥ അവസാനം നമുക്ക് കാണാനാവുക. ഇതാണ് അച്ചുമാമന്റെ കഥാപാത്ര നിരൂപണം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി 16-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. ആത്മസുഖത്തിനായി ആചരിക്കുന്നവയെ പരന്നു സുഖത്തിനായി വരണം. ശ്രീനാരായണ ഗുരുവിന്റെ ഈ ദർശനങ്ങൾ ഇന്നും പ്രസക്തമാകുന്നതെങ്ങനെ? അരുവിപ്പുറത്തു നിന്ന് ഒരു സന്ദേശം എന്ന പാഠഭാഗത്തെ ആശയങ്ങളും നിങ്ങളുടെ കണ്ടെത്തലുകളും ഉൾപ്പെടുത്തി ഗുരുദർശനങ്ങളുടെ സർവകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. ഉത്തരം നോക്കാം. ഗുരുദർശനങ്ങളുടെ സർവകാലിക പ്രസക്തി. നമ്മുടെ നവോത്ഥാന നായകരിൽ പ്രധാനിയാണ് ശ്രീനാരായണ ഗുരു. ജാതിയുടെ മതത്തിന്റെയും പേരിൽ മനുഷ്യൻ പല തട്ടുകളായി കഴിഞ്ഞ കാലത്താണ് ശ്രീനാരായണ ഗുരു രംഗത്ത് വരുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ജാതി വിവേകവും മതദ്രോഹവുമില്ലാതെ മനുഷ്യർ സഹോദര്യത്തോടെ ജീവിക്കുന്ന മാതൃകാ സ്ഥാനമായിട്ടാണ് അദ്ദേഹം
അദ്ദേഹം നാടിനെ സങ്കല്പിച്ചത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. എന്നും അദ്ദേഹം പ്രസ്താവിച്ചു. ഈ ദർശനങ്ങൾ എല്ലാ കാലത്തും പ്രസക്തമാണ്. ജാതികൾ തമ്മിലും മതങ്ങൾ തമ്മിലുമുള്ള മത്സരം ഒഴിവാക്കാനാണ് ശ്രീനാരായണ ഗുരു ശ്രമിച്ചത്. അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ അദ്ദേഹം ശബ്ദിച്ചു. യുഗങ്ങളായി അകറ്റി നിർത്തപ്പെട്ട മനുഷ്യരെ ഗുരു ചേർത്തു നിർത്തി. അവരും ദൈവത്തിന്റെ മക്കളാണെന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. എല്ലാവരും സമരാത്മരാണ് എന്ന സന്ദേശമാണ് ഗുരു നൽകിയത്. ഏറെ കാലമായി നിലനിന്ന അനാചാരത്തെയാണ് അദ്ദേഹം ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചത്. സ്വന്തം സുഖത്തിനായി നാം ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ സുഖത്തിനും പ്രയോജനപ്പെടണം. സ്വന്തം സുഖം മാത്രമല്ല, മറ്റുള്ളവരുടെ സുഖവും നാം ലക്ഷ്യമാക്കണം എന്നാണ് ഗുരു പറയുന്നത്. സമൂഹജീവി എന്ന നിലയിൽ നാം ചെയ്യുന്ന ഓരോ കാര്യത്തിലും അവരനെ കൂടി പരിഗണിക്കേണ്ടി വരും എന്നാണ് ഗുരു അർത്ഥമാക്കിയത്. പ്രസംഗം, പ്രഭാഷണം, എഴുത്ത് എന്നിവയിലൂടെ ശ്രീനാരായണ ഗുരു അന്വേഷിച്ച ദർശനങ്ങൾ സാർവകാലിക പ്രസക്തിയുള്ളതാണ്. ഒരു നുറുമ്പിനു പോലും പീഡനം ഉണ്ടാകാത്ത ജീവിതമാണ് നാം നയിക്കേണ്ടത് എന്നാണ് ഗുരു ഓർമ്മപ്പെടുത്തുന്നത്. ഇനി അവസാനത്തെ ചോദ്യം നോക്കാം. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. കവിതയുടെ ആശയം, ചമത്കാര ഭംഗി, സമകാലിക പ്രസക്തി എന്നിവ പരിഗണിക്കണം. നന്മ. ലോകർക്ക് ദീപ്തിയേകുവാൻ നിന്നു കത്തുന്ന സൂര്യൻ, ഭൂമി തൻ ദാഹമാറ്റുവാൻ പെയ്തു തീരുന്ന മുകിൽ, അന്യർക്ക് വിശപ്പാറ്റുവാൻ ദേഹമേകുന്നു കനി, കാണികൾക്കു കുതിസവം തീർക്കാൻ തന്നെയർപ്പിച്ചു മലർ, ചുറ്റിലും തണലേറ്റുവാൻ വൃക്ഷമേൽക്കുന്നു വെയിൽ, നല്ലത് ചെയ്യുവാനത്രേ സന്ദർഭമീ ലോകത്തിൽ, നന്മ നേടിയിടുവാൻ മനം, നന്മ ചെയ്യുവാനുടൽ, നന്മകൾ നാട്ടു കൊയ്യുവാൻ കേഭാരം സ്വജീവിതം. രാവുണ്ണി. ഇനി നമുക്കിത് വിശദീകരിക്കാം. ആസനക്കുറിപ്പ് തയ്യാറാക്കാം. നന്മകൾ ചെയ്യാനുള്ളതായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു കവിതയാണ് രാവണുണ്ണിയുടെ നന്മ. ലോകത്തിന് പ്രകാശം നൽകിക്കൊണ്ട് കത്തിജ്വലിക്കുകയാണ് സൂര്യൻ. സൂര്യനില്ലെങ്കിൽ നമുക്ക് വെളിച്ചമില്ല. ഭൂമിയുടെ ദാഹം അകറ്റാനാണ് മേഘം മഴയായി പെയ്യുന്നത്. മറ്റുള്ളവരുടെ വിശപ്പിനെ ഇല്ലാതാക്കാൻ തൻ്റെ ദേഹം തന്നെ ദാനം ചെയ്യുകയാണ് ഫലങ്ങൾ അല്ലെങ്കിൽ കനി. കാണുന്നവർക്ക് കണ്ണിൽ ഉത്സവ കാഴ്ചയൊരുക്കി പൂക്കൾ നിറഞ്ഞ ചെടികൾ നിൽക്കുന്നു. ചുട്ടുപൊള്ളുന്ന വെയിലിനെ സ്വയം ഏറ്റുവാങ്ങി ചുറ്റിലും തണൽ നൽകുന്നു മരങ്ങൾ. ഇങ്ങനെ മറ്റുള്ളവർക്ക് നന്മ പ്രദാനം ചെയ്യാൻ എത്രയെത്ര സന്ദർഭങ്ങളാണ് ഈ ഭൂമിയിലുള്ളത്. ഇതെല്ലാം കണ്ട് നമ്മുടെ മനസ്സിലും നന്മ നിറയണം എന്ന് കവി ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ ശരീരം നന്മ ചെയ്യാനുള്ളതാണ്. നന്മകൾ മാത്രം വിതച്ച് കൊയ്തെടുക്കുന്ന ഒരു വയലായി തീരണം നമ്മുടെ ജീവിതം എന്ന് കവി ഉദ്ദേശിക്കുന്നു. ഈ കവിതയിലെ ദീപ്തിയേകുവാൻ, ദാഹമാറ്റുവാൻ, വിശപ്പാറ്റുവാൻ, തണലേകുവാൻ തുടങ്ങിയ പദങ്ങൾ ചൊല്ലഴക് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ ഒരു കവിതയിൽ നമ്മുടെ ഗുണത്തിനായി പെയ്യുന്നതെല്ലാം മറ്റുള്ളവർക്ക് ഗുണത്തിനായി വരണമെന്ന ശ്രീനാരായണ ഗുരു സന്ദേശം നമ്മെ ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ഈ കവിത ചെയ്യുന്നത്. ഇതാണ് ഈ ഒരു കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു മോഡൽ ക്വസ്റ്റ്യൻസിന്റെ പോലാണ് കേട്ടോ. അതായത് എങ്ങനെ എക്സാം 1 മാർക്കിനായിക്കോട്ടെ 2 മാർക്കിനായിട്ട് എങ്ങനെ ആ ഒരു പാറ്റേൺ അനുസരിച്ചാണ് ഞാനിവിടെ പറഞ്ഞു തന്നിരിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു.